ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ നേരെ കയറിയിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. ചെടികളായാലും ഉണങ്ങിയിട്ടോ വാടിയിട്ടോ ഒന്നുമില്ല. നമ്മളവിടെ കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അജിഷേട്ടൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുളം കണ്ടു. അപ്പോൾ നിറച്ച അമ്പലമുണ്ട്. അപ്പോൾ ഈ മീൻ കുത്തി നോക്കണ പോലെ ഞങ്ങൾ നോക്കുകയാണ് വല്ല മീനോ ഉണ്ടാവുമെന്ന്. ഇവിടെ വന്ന് വല ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അടിയിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ നല്ല രസമുണ്ട്. ഇതാ പച്ച വിരിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ സ്പോട്ട് ഞങ്ങൾക്ക് വേറെ എവിടെയും പറഞ്ഞാൽ എൻ്റെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പപ്പടും ചോറും തോരനും കറികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹൗസ് ബോട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ അവിടെ ആയാലും അത്യാവശ്യം തിരക്കുണ്ട്, കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറുണ്ട്. പക്ഷേ ഞങ്ങളൊന്നിലും കയറിയിട്ടില്ല. ഞങ്ങളിങ്ങനെ വന്ന് നോക്കുകയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ അതുപോലെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ വൈകുന്നേരം ആയാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കി ഒരുപാട് വീടുകൾ കാണാം കേട്ടോ. അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഓടിട്ട ഒരുമാതിരിയുള്ള വീടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഈ ചായ ഇങ്ങനെ കുടിക്കുമല്ലോ. പക്ഷേ ആരും വിചാരിക്കണില്ല ഈ ചായപ്പൊടി എങ്ങനെ ഉണ്ടാവണമെന്ന്. ഓരോരുത്തർക്കും തേയില പൊട്ടിച്ചുണ്ടാക്കുക എന്നാണല്ലോ എല്ലാവരും വിചാരം. അപ്പം നമ്മൾ ഈ തേയില ഫാക്ടറിയിൽ വന്നതാണ് കേട്ടോ. മറ്റാളത് കൂടെ ചാടാൻ നോക്കുകയാണ്. ചാടാനൊന്നും പറ്റൂല. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളായാലും ഹിസ്റ്ററി കാര്യങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അതുപോലെ ഇവിടുത്തെ ഫ്രീ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫ്രീ ആയിട്ട് ചായ കിട്ടും കേട്ടോ. അപ്പോൾ അത് കുടിക്കാനാണ് ചിലവർ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തേയിലയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതാ പച്ച കളറുണ്ടല്ലോ. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഓരോ മെഷീനായിട്ട് ഓരോന്നിങ്ങനെ ഒന്ന് അരച്ചിട്ട് പൊടിച്ചിട്ട് തേയില കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെ ഓരോ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് പതുക്കെ അത് കണ്ടിട്ട് ഇങ്ങനെ പോവാം. ഇതവിടെ കറങ്ങണത് നിങ്ങൾ കാണുന്നുണ്ടല്ല. അപ്പോൾ അങ്ങനെ തേയില അരച്ചിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇനി ചായപ്പൊടി ഉണ്ടാവണതെന്ന്, ഇതൊക്കെ എങ്ങനെ ചായപ്പൊടിയായിട്ട് വരുന്നതെന്നൊക്കെ നമ്മളെ മൈൻഡിൽ വരും. അപ്പോൾ അത് നേരെ പോയിട്ട് ഒരു ഫാക്ടറി സംഭവത്തിൽ പോയി വീഴാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായപ്പൊടി ഇതാ ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഒരു തരി വേറെ അങ്ങനെ ചെറിയ തരി, വലിയ തരി, മീഡിയം തരി അങ്ങനെ ആയിട്ടാണ് അവിടെ തരിച്ചുകൊണ്ടിരിക്കുന്നത്. അരിപ്പ കണ്ടോ, വലിയ തരിപ്പാണ്. പിന്നെ അതേപോലെ ഇവിടെ പാക്കറ്റ് ആക്കണുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ സംഭവം ഫ്രീ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ചായ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, ഒക്കെ ഒരു സെക്ഷനിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. ഞാൻ കണ്ടോ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിക്കണ്. ഒരാളൊന്നുമില്ല, തണുത്തിരിക്കുകയാണ് കണ്ടോ. ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഗ്ലൗസ് ഊരി വെച്ചിട്ടുണ്ട്. മറ്റുള്ള എന്തൊക്കെ കാട്ടുണ്ട്, യോ എന്നൊക്കെ കാട്ടുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് ചേട്ടാ തണുപ്പ്? തീരല്ല ഇത്ര തണുപ്പ് കേട്ടോ. കെടുന്ന് വറക്കണ ആള്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ നിൽക്കണം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.